സി ഒരു ലീഗ് ഡബിൾ നമ്മൾ നേടിയിരിക്കുകയാണ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ. അത് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. 2 ദിവസമായി അതൊക്കെ കഴിഞ്ഞിട്ട്. എന്തായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനൊരു മാച്ച് എന്ന് പറയുന്നത് 15-ാം തീയതിയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ, അതും കൊച്ചിയിൽ. എന്തായാലും ഒരു മസ്റ്റ് വിൻ മാച്ച് തന്നെയാണ്. ഇതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഏതാണ്ടൊക്കെ അവസാനിക്കും എന്ന് തന്നെ പറയണം. മാക്സിമം അടുപ്പിച്ച് 2 മാച്ചുകളിൽ നമ്മൾ വിജയിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്ലേ ഓഫ് സാധ്യതകൾ അവസാനിക്കുമെന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാനിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്. ഒരു 30 പോയിൻറ്റിൽ 21 മാച്ച് 30 പോയിൻറ്റിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു ടഫാവും മാച്ചതൊക്കെ. സോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പാടുപെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എതിരാളികൾ ടഫുമാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും അതുപോലെ തന്നെ മുംബൈ സിറ്റിയും എഫ് സി ഗോവയും പോലുള്ള ടീംസാണ്. സോ വിജയം കുറച്ച് പാടാണ്. എന്തായാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ TG പുരുഷോത്തമൻ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അതായത് അഡ്രിയാൻ ലൂണയെ പോലൊരു പ്ലെയറിനെ ടീമിൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. കാരണം അദ്ദേഹത്തിന് ഏത് പൊസിഷൻ വേണമെങ്കിലും കളിക്കാം. അദ്ദേഹം ഒരു ട്രൂ ലീഡറാണ്. ഇപ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡിലിട്ട് അവിടെ കളിക്കാം, അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് എവിടെ വേണമെങ്കിലും അദ്ദേഹത്തെ കളിക്കാം. എവിടെയും ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്ന ഒരു താരമാണ് അഡ്രിയാൻ ലൂണ എന്ന് പറയുന്നത്. ഒരു പക്ക ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലാണ്, ട്രൂ ലീഡറാണ് എന്നൊക്കെയാണ് TG പുരുഷോത്തമൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. അത് സത്യമാണ്, നമ്മൾ കളത്തിലും കണ്ടൊരു കാര്യമാണ്. സോ എന്തായാലും ഒരു ക്യാപ്റ്റൻ ഒരു എന്താ പറയുക നോവാ സദിയോട് ആ ഒരു രീതിയിൽ പറഞ്ഞതായിട്ട് നമ്മൾ ആ ഒരു ഇൻസിഡൻറ്റിനെ കണ്ടാൽ നമുക്കറിയാം അന്ന് അവർക്കിടയിൽ നടന്നൊരു ഇൻസിഡൻറ്റ്. സോ ഒരു ക്യാപ്റ്റൻ്റെ ഒരു രീതിയാണ്. കാരണം നോവ കുറച്ച് ഗോളടിച്ച് 10 മിനിറ്റേ ഉള്ളൂ, ആ ഒരു സമയത്ത് ഇറക്കി ഗോളെങ്കിലും അടിച്ച് കുറച്ച് ഷോ കാണിക്കാതെ നമുക്കറിയാം ലൂണയാണ് ഫ്രീ കിക്ക് സെറ്റ് പീസൊക്കെ എടുക്കുന്നത്. അതുവരെ ലൂണ നോവാ സദിക്ക് എടുക്കാൻ വിട്ടുകൊടുത്ത് നിങ്ങൾ കണ്ടു കാണും. സോ അത് ലൂണയ്ക്കറിയാം നോവ ഒരു ഫ്രസ്ട്രേഷനിലാണ് വന്നത്, പുള്ളിക്ക് അതൊക്കെ വേണം, ആ ഒരു സെറ്റ് പീസ് വേണം. സോ അതൊക്കെ ലൂണയ്ക്ക് അറിയാവുന്നൊരു കാര്യമാണ്. സോ എന്തായാലും അതുകൊണ്ടൊക്കെ അദ്ദേഹം ഒരു ക്യാപ്റ്റൻ്റെ അത് ക്യാപ്റ്റൻ വഴക്ക് പറയുന്ന പോലെ കണ്ടാൽ മതിയെന്ന് എനിക്ക്. പിന്നെ നോവ സത്യം പറഞ്ഞത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നോവയും അതുപോലെ തന്നെ തിരിച്ച് റിയാക്ട് ചെയ്യാൻ പോയതാണ് വലിയ പ്രശ്നമായി പോയത്. നോവയ്ക്കും അറിയാം നോവ ചെയ്ത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സോ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേക്ക് അടുത്തിൽ കാണുന്നൊരു